Hello dear students, welcome to EduPods. എടാ നമ്മുടെ പ്രോഗ്രാമിംഗ് C++ പ്രോഗ്രാം കുറച്ച് പ്രോഗ്രാംസ് നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം അല്ലേ. പ്രോഗ്രാം ഗാലറി അതിൽ നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് സെറ്റാക്കിയ സ്ഥിതിക്ക് ആ പ്രോഗ്രാം തന്നെ അതിലൂടെ ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടി അഡീഷണൽ ആയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. ഫസ്റ്റ് സം ഓഫ് ടു നമ്പേഴ്സ് മുതൽ. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ശ്രദ്ധിക്കേണ്ടത് ഒരു കോമൺ സ്ട്രക്ചറാണ്. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻഡ് മെയിൻ എന്നിട്ട് ഒരു പ്രോഗ്രാമിംഗ് ബ്ലോക്ക് ദെൻ ലാസ്റ്റ് റിട്ടേൺ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് എല്ലാത്തിനും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പ്രോഗ്രാം വന്നാലും ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിന് വേണ്ട വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേണ്ടത് ഫസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് അതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വർക്കിനാണ് വന്നത് ആ വർക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി ആൻസർ പ്രിൻ്റ് ചെയ്യുക. നമുക്ക് നോക്കി നോക്കാം. സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് വേരിയബിൾ വേണം. സോ ഇൻഡ് A, B രണ്ട് നമ്പേഴ്സ് വേണം. അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ S എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സി ഔട്ട് കൊടുക്കുക. എൻ്റർ ടു നമ്പേഴ്സ് എന്നുള്ള ഇൻപുട്ട് ചെയ്യും. എൻ്റർ ടു നമ്പേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ആൾ രണ്ട് നമ്പർ ടൈപ്പ് ചെയ്യും. ഇത് കോമൺ എലമെൻ്റ് ആണ്, അതുകൊണ്ട് ഡബിൾ കോട്ടിലിടാം. ഒന്നും അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. ഇൻപുട്ട് ചെയ്യാം. എയിലേക്കും ബിയിലേക്കും ഇൻപുട്ട് ചെയ്യുക. ഈ ലൈനിനെ പറയുന്ന പേരാണ് കാസ്കാഡിംഗ് ഓപ്പറേറ്റർ. വെൻ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് കാസ്കാഡിംഗ് ഓപ്പറേറ്റർ. ജസ്റ്റ് പെർഫോം ദ ഓപ്പറേഷൻ S = A + B. എല്ലാ ലൈനിൻ്റെ അവസാനത്തിൽ സെമിക്കോളം വേണം. ദിസ് ഈസ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. എവറി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി എൻഡിങ് വിത്ത് സെമിക്കോളൻ. ദെൻ സി ഔട്ട് സം ഈസ് ഈക്വൽ ടു വാല്യൂ ആൻസർ പ്രിന്റ് ചെയ്യുക. സം ഈസ് ഈക്വൽ ടു യെസ്. ഇത്രേ ഉള്ളൂ, പ്രോഗ്രാമായി. നെക്സ്റ്റ് പ്രോഗ്രാം ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ചെയ്യുമ്പം സെയിം രീതിയിൽ തന്നെ A, B, C 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്യാൻ വേരിയബിളായി. അത് ആവറേജ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ വരുമ്പോൾ പോയിന്റ് വരുന്ന നമ്പർ ആയിരിക്കും റിസൾട്ട് വരിക. സോ ഫ്ലോട്ടിലായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം AVG. വാല്യൂസ് എൻ്റർ ചെയ്യാൻ ചോദിക്കാം. സി ഔട്ട് എൻ്റർ 3 നമ്പേഴ്സ് എൻ്റർ 3 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കും. അപ്പോൾ ആൾ 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നത് C in ABC. ദിസ് ഈസ് കോൾഡ് കാസ്കാഡിംഗ് ഓപ്പറേറ്റർ അല്ല. അപ്പോൾ ഈ ABC കിട്ടിയാൽ ആവറേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ആവറേജ് അൽഗോരിതം എഴുതിയ പോലെ A + B + C / 3 പോസിബിൾ അല്ല. ബ്രാക്കറ്റ് ഇട്ടിട്ട് / 3.0 കൊടുക്കണം. 3 കൊടുത്താൽ ഇൻറ്റീജർ / ഇൻറ്റീജർ ആവും. ആൻസർ തെറ്റും, ശ്രദ്ധിക്കണം. അപ്പോൾ / 3.0 കൊടുക്കുക. പ്രിന്റ് ചെയ്യാം. സി ഔട്ട് ആവറേജ് ഈക്വൽ ടു ആവറേജ് എന്തായിരിക്കും? AVG ആയിരിക്കും. AVG എന്ന് കൊടുക്കാം. ചില ആളുകൾ ചോദിക്കുന്നതാണ് എന്താ സാറേ 3.0 അവിടെ കൊടുക്കാത്തതിൻ്റെ കാരണം ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആണ്. ശ്രദ്ധിക്കണേ. 1 + 4 + 4 5 / 3 എന്ന് കൊടുക്കുമ്പോൾ ഇതെന്താ വരിക? 5 + 4 10 / 3 ആൻസർ 3 കിട്ടുള്ളൂ. കാരണം അത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആണ്. അത് മാറണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാം? 3.0 കൊടുക്കാം. അതർവൈസ് എല്ലാ വേരിയബിളും എന്താവണം? ഫ്ലോട്ട് ആവണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ്. സർക്കിളിൻ്റെ ഏരിയ പെരിമീറ്റർ πr² 2πr ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് റേഡിയസ് വേണം. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ ഒരു ഫ്ലോട്ട് ആയിരിക്കാം. സോ R എന്ന് കൊടുത്ത് ഫ്ലോട്ട് R. ഏരിയ വേണം, അതേപോലെ പെരിമീറ്ററും വേണം. ഇത് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടണം? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻപുട്ടാണ്. എന്ത് ഇൻപുട്ട് ചെയ്യണം? റേഡിയസ് ഇൻപുട്ട് ചെയ്യണം. സോ ഒരു മെസ്സേജ് കൊടുക്കാം. സി ഔട്ട് എൻ്റർ ദ റേഡിയസ്. റേഡിയസ് എൻ്റർ ചെയ്യുമ്പം C in R റേഡിയസ് കിട്ടിയാൽ ഏരിയ ഫൈൻഡ് ചെയ്യണം. ഏരിയ ഈക്വൽ ടു πr² ആണ്. പൈ എന്നുള്ള കമ്പ്യൂട്ടറിന് അറിയില്ല. 3.14 × R × R അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 3 ബ്ലോക്കാണ് അല്ലേ. 3 ബ്ലോക്കാണ്. ഇതാ വേരിയബിൾ ക്രിയേഷൻ, ഇൻപുട്ട് ചെയ്യുക, ദെൻ പ്രോസസ്സ്. ഇതാ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × 3.14 × R തീർന്നു. ദെൻ ആൻസർ പ്രിന്റ് ചെയ്യാം. സി ഔട്ട് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ എന്തായിരിക്കും? ഏരിയയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതേപോലെ പെരിമീറ്ററും വേണം. സോ സി ഔട്ട് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരി. അവിടെ തീർന്നു. അപ്പോൾ ഇത് കോമൺ സ്റ്റെപ്പാണ്. വേരിയബിൾ ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട് സെറ്റാണോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ്.
അപ്പോൾ ഈ റെക്റ്റാങ്കിളെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് വേണ്ടത്. സോ എൽ കോമ ബി, ലെങ്ത്തും ബ്രെഡ്ത്തും ആയി. ഏരിയക്ക് ഫൈൻഡ് ചെയ്യാൻ ഏരിയ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യാം, പെരിമീറ്ററിന് പെരി എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തു. വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ കൊടുക്കണം. എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, എൻ്റർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, എൻ്റർ ലെങ്ത് കോമ ബ്രെഡ്ത്ത്, രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വേരിയബിളിൻ്റെ നെയിമാണ് എൽ കോമ ബി. അതിലേക്ക് ഇൻപുട്ട് ചെയ്യാം സി ഇൻ എൽ ബി, രണ്ട് വേരിയബിൾസ് കിട്ടി. ഫൈൻഡ് ചെയ്യുക, ഏരിയ ഫൈൻഡ് ചെയ്യുക. ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യുക, ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇത്രയും സിമ്പിളായിരുന്നുവോ പ്രോഗ്രാമിംഗ് അല്ലേ? ഇനി ആൻസർ പ്രിൻറ്റ് ചെയ്യാം. രണ്ട് സി ഔട്ട് വെച്ചിട്ട് നമുക്ക് ആൻസർ പ്രിൻറ്റ് ചെയ്താൽ മതി. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ. അതേപോലെ പെരിമീറ്റർ നെക്സ്റ്റ് ലൈനിൽ വരണമെങ്കിൽ ഒരു സ്ലാഷിന് കൊടുത്താൽ വളരെ ഭംഗിയായി. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, സ്ലാഷ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സീക്വൻസ് ആണ്, നോൺ ഗ്രാഫിക് ക്യാരക്ടറാണ്, ന്യൂ ലൈനാണ്. ബിഗസ് അമംഗ് ടു നമ്പേഴ്സ് മറ്റൊരു ബ്ലോക്കായി, മറ്റൊരു സെക്ഷനാണ്. ഏതാ സെക്ഷന്? ബിഗസ് അമംഗ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫെൽസിലേക്ക് വന്നു. അപ്പോൾ ബിഗസ് അമംഗ് ടു നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് നമ്പർ വേണം. ഇൻറ്റു എ കോമ ബി വേരിയബിളായി. ദെൻ വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. സി ഔട്ട് എൻ്റർ ടു നമ്പേഴ്സ്, എൻ്റർ ടു നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കാം. എന്ത് മെസ്സേജും കൊടുക്കാം, ഡബിൾ കോട്ട് ഇട്ടാൽ മതി. ആ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. സി ഇൻ എ ആൻഡ് ബി, രണ്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ, ഏതാ വലുതെന്നുള്ളത് അറിയണം. സോ ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എ, അല്ലെങ്കിൽ എന്താ, ആരായിരിക്കും വലുത്, ബി ആയിരിക്കും വലുത്. എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ തന്നെയാണ്, സിമ്പിൾ പ്രോഗ്രാമാണ്. ബിഗസ് അമംഗ് ടു നമ്പേഴ്സ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്താ, ബിഗസ് അമംഗ് ത്രീ നമ്പേഴ്സ്. ബിഗസ് അമംഗ് ത്രീ നമ്പേഴ്സ് ആണെങ്കിൽ ഇതേ ടാസ്ക്, എ കോമ ബി കോമ സി, ത്രീ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. സോ സി ഔട്ട് എൻ്റർ ത്രീ നമ്പേഴ്സ്, എൻ്റർ ത്രീ നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കാം. വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. എങ്ങനെ എൻ്റർ ചെയ്യുക, എ ബി സി അല്ലേ, എ ബി സിയിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക, ആരെ വലുതെന്ന് അറിയണം. എ ആണോ വലുത്, ബി ആണോ വലുത്? എ വലുതാവാനുള്ള കണ്ടീഷൻ എന്താ, എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ്, ഇതിനെ പറഞ്ഞ പേരാണ് ലോജിക്കൽ ആൻഡ്. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എ ഇസ് ദ ബിഗർ. അപ്പം എ പ്രിന്റ് ചെയ്യാം. അതല്ല എങ്കിൽ എൽസ്, അല്ലെങ്കിൽ എന്തൊക്കെ ആവാം, എ അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഓപ്ഷൻ ആവുള്ളൂ, ബി ആവോ സി ആവാം. അപ്പം ബി ആവണമെങ്കിൽ കണ്ടീഷൻ എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് സി ഔട്ട് ബി. അതുമല്ലെങ്കിലോ എൽസ് സി ഔട്ട് സി. സെറ്റല്ലേ, വളരെ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡ് ഓർ ഈവൻ. ഓഡ് ഓർ ഈവൻ എന്ന് പറയുമ്പം ഒരു നമ്പറാണ്, ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണേ. സോ നമ്പർ വേണം. ഇൻഡി എൻ, സി ഔട്ട് എൻ്റർ എ നമ്പർ അല്ലേ, എൻ്റർ എ നമ്പർ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്പർ ചോദിച്ചു, ആ നമ്പർ ഇൻപുട്ട് ചെയ്തു. സി ഇൻ എൻ കിട്ടി. ഈഫ് നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ആ റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. എൻ മോഡുലോ 2 കണ്ടോ, മോഡ്ലെസ്. അൽഗോരിതം പഠിപ്പിച്ചപ്പോൾ MOD ആയിരുന്നു യൂസ് ചെയ്ത്. അൽഗോരിതത്തിൻ്റെ കേസിൽ MOD ആണ്. അത് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ എന്താ സിമ്പിൾ വരിക, പെർസെൻറ്റേജ് വരിക. പെർസെൻറ്റേജ് അറിയാത്തവർ 5 mod 2 എന്ന് പറഞ്ഞാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ്. അപ്പോൾ റിമൈൻഡർ എന്താ, ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ഈക്വൽ ടു വേണം. അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ല, റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ, ആണോ ചെക്കിംഗ് ആണ്. അപ്പോൾ ആണെങ്കിൽ ഈവൻ ആണ്, അതല്ല എങ്കിൽ ഓഡാണ്. ആണെങ്കിൽ ഈവൻ. എൽസ് എന്താ പ്രിന്റ് ചെയ്യുക, എൽസ് ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. യെസ്, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീപ്പ് ഇയർ ഓർ നോട്ട്സ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ലീപ്പ് ഇയറിൽ ശ്രദ്ധിക്കേണ്ടത് 2 ലോജിക്കാണ്. സെഞ്ചുറി വർഷമാണോ, അപ്പോൾ വർഷം ടൈപ്പ് ചെയ്യണം. സോ ഇൻഡ് ഇയർ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റർ ചെയ്യാൻ ചോദിക്കാം. ഒരു നമ്പർ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് എൻ്റർ ദി ഇയർ എൻ്റർ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ആൾ ടൈപ്പ് ചെയ്യുന്നു, ഒരു ഇയർ ടൈപ്പ് ചെയ്യുന്നു. സി ഇൻ ഇയർ കിട്ടിയാൽ ഇനി ചെയ്യേണ്ട ടാസ്ക് എന്താ, ആ ഇയർ സെഞ്ചുറി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈഫ് ഇയർ മോഡ് എല്ലാ ഇയറിനെയും 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, ഈക്വൽ ടു 0. അതല്ല എങ്കിൽ ഇയറിനെ നോട്ട് ഈക്വൽ ടു അല്ലെ, മോഡ് 100 എടുക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു 0. സെഞ്ചുറി അല്ലാത്ത വർഷമാണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇയർ മോഡ് 4 ഈക്വൽ ടു 0.
ഇത്രേ ഉള്ളൂ കണ്ടീഷൻ. അപ്പോൾ ഇതൊരു വേറെ ബ്രാക്കറ്റ്, ഇത് സെപ്പറേറ്റ് വേറെ ബ്രാക്കറ്റ്. ശ്രദ്ധിക്കേണ്ടത് എല്ലാ വർഷത്തിനെയും എന്ത് ചെയ്യുക, 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതല്ല എങ്കിൽ സെഞ്ചുറി അല്ലാത്ത വർഷം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ വർഷത്തിന് ഇയർ മോഡ് 4 ചെയ്ത് നോക്കുക. ഇങ്ങനൊരു സംഭവം വരികയാണെങ്കിൽ ദിസ് ഈസ് എ ലീപ്പ് ഇയർ ആണ്. ഇങ്ങനെ സംഭവിച്ചാൽ അത് ലീപ്പ് ഇയർ ആണ്. അതല്ല എങ്കിൽ എൽസ് ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ ആണ്. നോട്ട് എ ലീപ്പ് ഇയർ. യെസ്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക് ആണ്. ശ്രദ്ധിക്കേണ്ടത് സെഞ്ചുറി വർഷം ശ്രദ്ധിക്കണേ, സെഞ്ചുറി വർഷം. ഓക്കെ, നെക്സ്റ്റ് 1 to 100 ലൂപ്പിൻ പാർട്ടിലേക്ക് കയറി അല്ലെ. ലൂപ്പിന്റെ പാർട്ടിലേക്ക് കയറുമ്പം ശ്രദ്ധിക്കേണ്ടത് ലൂപ്പ് 1 to 100 ആണ്. 2 ലൈനേ ഉള്ളൂ. ആ 4 ലൂപ്പാണ് ബെസ്റ്റ് വൺ. എന്താ 4 ലൂപ്പാണ്. 1 to 100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇൻഡ് ഐ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 മുതൽ 100 വരെ പോകണം. ഇത്ര ഉള്ളൂ സ്റ്റെപ്പ്, തുടക്കം. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 1, തുടക്കമാണ്. എത്ര വരെ പോകണം, 100 വരെ പോകണം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. എത്ര വെച്ചിട്ടാണ് കൂടേണ്ടത് ഓരോന്ന് അല്ലേ. അപ്പം ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 100, സി ഔട്ട് ഐ. ഇത്രേ ഉള്ളൂ. പക്ഷേ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 2 ആണ്. അപ്പോൾ എത്ര വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടത്, 1 വെച്ചിട്ടാണ് അപ്ഡേഷൻ വേണ്ടത്. ഐ പ്ലസ് പ്ലസ്. ഇതാ 3 ലൈനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100 to 1 ആണെങ്കിലോ ഇതേ രീതിയിൽ ഇൻഡ് ഐ എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നത് 100 എന്നാണ്. ഐ ഈക്വൽ ടു 100, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 അല്ല 1. 1 വരെ വരണം. ഐ മൈനസ് ആൻസർ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം, സി ഔട്ട് ഐ. ചില ആളുകൾ ചോദിക്കും, സാർ 4 ലൂപ്പ് കഴിഞ്ഞത് ബ്രാക്കറ്റ് വേണ്ടേ? നിർബന്ധമില്ല. ഒരു ലൈൻ ഉള്ളെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളെങ്കിൽ എന്ത് വേണമെന്നില്ല, ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. 1 to n പ്രോഗ്രാം ആണെങ്കിലോ, സാർ ഇത് 1 to 100 അല്ലേ, 1 to 100 1 to n ആവുമ്പോൾ ആ 100ൻ്റെ സ്ഥാനത്ത് n കൊടുത്താൽ പോരെ, മതി. പക്ഷേ n എന്താണെന്നുള്ളത് ചോദിക്കണം. അപ്പോൾ എത്ര വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ഐ n അല്ലേ. മൂന്നാമത്തെ ലൈൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സി ഔട്ട്, ആദ്യം എന്നിൻ്റെ വാല്യൂ കിട്ടണം. എൻ്റർ ദി വാല്യൂ അല്ലെങ്കിൽ എൻ്റർ ദ ലിമിറ്റ്. ആ വാല്യൂ കിട്ടുമ്പോൾ സി ഇൻ എൻ. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഈ കോളൻ എന്തിനാ കൊടുത്ത്? വെറുതെ കൊടുത്തതാണ്, ലുക്കിന് വേണ്ടി കൊടുത്തതാണ്. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും അത് അതേപോലെ വരും കേട്ടോ. ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എൻ്റർ ദി വാല്യൂ സി ഇൻ എൻ. അപ്പോൾ ഇനി വേണ്ടത് നമ്മളെ 4 ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. 4 ഐ ഈസ് ഈക്വൽ ടു 1. 1 സ്റ്റാർട്ട് ചെയ്തു. എത്ര വരെ പോകണം, n വരെ പോകണം. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് എഴുതിയതിൻ്റെ സ്ഥാനത്ത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്. തീർന്നു, സി ഔട്ട് ഐ. അപ്പോൾ ഈ പ്രോഗ്രാം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് എന്താ, ഫാക്ടോറിയൽ ആണ്. ആ ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം ഞാൻ അൽഗോരിതം പഠിപ്പിച്ചപ്പം പറഞ്ഞതാണ്. സി ഔട്ടിന് പകരം അവിടെ ചെറിയൊരു സ്റ്റെപ്പ് എക്സ്ട്രാ കഴിച്ചാൽ മതി. ഏതായിരുന്നു സ്റ്റെപ്പ്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താടാ ചെയ്യേണ്ടത്, എഫ് ഈക്വൽ ടു അല്ലേ, എഫ് ഇൻറ്റു ഐ. ആ സെയിം കോൺസെപ്റ്റ് തന്നെ ഇതേ പ്രോഗ്രാമിൽ എഴുതണം. ഐ n. സി ഔട്ട്സ് എൻ്റർ ദ വാല്യൂ അല്ലെ, എൻ്റർ ദ n അല്ലേ, എൻ്റർ ദ വാല്യൂ അല്ലേ. ആ വാല്യൂ ടൈപ്പ് ചെയ്യാൻ ചോദിച്ചു, ആ ടൈപ്പ് ചെയ്ത് n കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, 4 ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ മുതൽ, 4 ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്. ഈ പ്രോഗ്രാം തന്നെ അല്ലടാ അതും, രണ്ടും സെയിം അല്ലേ. അപ്പോൾ ചെറിയ സ്റ്റെപ്പ് എന്താ സ്റ്റെപ്പ്, ഐൻ്റെ വാല്യൂ 1 ആവുമ്പോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണ്, എഫ് 1 ആണ്. ഐ 2 ആവുമ്പോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ആണ്, ആൻസർ ഈസ് 2 ആണ് അല്ലേ. ഈ 1 ആണ് ഈ മുകളിലത്തെ 1. ഐ 3 ആവുമ്പോൾ വേണ്ട ആൻസർ എഫ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 3 ആണ്, ആൻസർ ഈസ് 6. ഈ 2 ആണ് ഇങ്ങോട്ട് വന്നത്. ഐ 4 ആവുമ്പോൾ ചെയ്യേണ്ട ആൻസർ എന്താ, 6 ഇൻറ്റു 4 ആണ് വേണ്ടത്. 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 24. ഈ 6 ആണ് ഇതിലേക്ക് വന്നത്. ദാറ്റ് മീൻസ് പുതിയ എഫ് എന്ന് പറഞ്ഞാൽ ഓൾഡ് എഫ് ഇൻറ്റു ഐ ആണ്. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ എഫ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തില്ല, ആ വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ n ഒന്ന് വൃത്തിയിലാക്കുക, എഫ് ഈസ് ഈക്വൽ ടു 1 ആക്കുക. തീർന്നു. ദെൻ ഫാക്ടോറിയലും ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുക. ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു, ഫാക്ടോറിയലിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഏതിലാണ് കിട്ടിയിട്ടുണ്ടാവുക, എഫിൽ കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ്സ് ഓൾ. ഇതേ പ്രോഗ്രാം സമ്മിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാക്കിയാൽ മതി. ഇതാണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സെയിം കോൺസെപ്റ്റ്, n വേണം, എസ് ഈക്വൽ ടു 0 ആക്കി. ഫാക്ടോറിയലിൻ്റെ കേസിൽ ഈ ഇനീഷ്യൽ വാല്യൂ 1 ആണ്. ഈ ഇനീഷ്യൽ വാല്യൂ എങ്ങാനോ 0 ആക്കിയാൽ ആൻസർ കിട്ടും, കിട്ടിയ ആൻസർ തെറ്റാണ്. ദാറ്റ് എറർ ഈസ് കോൾഡ് ലോജിക്കൽ എറർ. ഉത്തരം കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും.
എഫിൻ്റെ വാല്യൂ 0 ആയാൽ ഈ 0 × 1 0 × 2 അങ്ങനെ 0നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 0 ആയിരിക്കും. ആ ആൻസർ കിട്ടും, കിട്ടിയ ആൻസർ തെറ്റാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ. ഫാക്ടോറിയലിൻ്റെ ഇനീഷ്യൽ വാല്യൂ 1 ആവണം അല്ലേ, അതാണ് ലോജിക്കൽ എറർ. അപ്പോൾ അതേപോലെ അഡീഷൻ്റെ കേസിൽ എസിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആവണം. സി ഔട്ട് എൻ്റർ ദ എൻ അല്ലേ, എൻ്റർ ദ വാല്യൂ ഓഫ് എൻ, എൻ്റർ ദ വാല്യൂ ഓഫ് എൻ. എന്നിൻ്റെ വാല്യൂ ടൈപ്പ് ചെയ്യാൻ ചോദിക്കാം. സി ഇൻ എൻ കിട്ടി. എൻ കിട്ടിയാൽ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 0 എന്നാണോ? അല്ല, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, ഐ പ്ലസ് പ്ലസ്. എന്താ ചെയ്യേണ്ടടാ? എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐൻ്റെ സ്ഥാനത്ത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. തീർന്ന്. സി ഔട്ട് സം ഓഫ് അല്ല, സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ല, സം ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു യെസ്. സിമ്പിൾ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാലിൻഡ്രോമാണ്. ആദ്യം പാലിൻഡ്രോം ചെയ്യണമെങ്കിൽ പാലിൻഡ്രോം എന്താണെന്നുള്ളത് പഠിക്കണം. പാലിൻഡ്രോം എന്താണെന്ന് അറിയണമെങ്കിൽ 123 എടുക്കാം. 123. ഈ 123ൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിവേഴ്സ് ഈസ് ഈക്വൽ ടു 321 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് ഈക്വൽ അല്ലാത്തതിനാൽ നോട്ട് പാലിൻഡ്രോം. ഇതാണ് ലോജിക്ക്. ഇനി അതല്ല, വേറെ നമ്പർ എടുക്കാം. 606 എടുക്കാം. 606ൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? റിവേഴ്സ് ഈക്വൽ ടു 606 തന്നെയാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ഈക്വൽ ആയതിനാൽ ഇറ്റ് ഈസ് എ പാലിൻഡ്രോം. അപ്പം പാലിൻഡ്രോം എന്നുള്ള കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. റിവേഴ്സും നമ്മുടെ ഒറിജിനൽ നമ്പറും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് പാലിൻഡ്രോം. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഒരു നമ്പർ വേണം. സോ ഇൻറ്റ് ഐ വേണോ? ഐ വേണ്ട, നമ്പർ വേണം, എൻ വേണം. നമുക്ക് റിവേഴ്സ് എടുക്കണം. അപ്പോൾ റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആവണം. റിമൈൻഡർ എടുക്കണം അല്ലേ, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സ്ട്രാ ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുക, ഒരു n1 എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്പർ എൻ്റർ ചെയ്യാം. എൻ്റർ ദ വാല്യൂ അല്ലെങ്കിൽ എൻ്റർ എൻ. എന്നിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ ചോദിച്ചു. സി ഇൻ എൻ. നമ്പർ കിട്ടി, n കിട്ടി. ഇതാ നമ്പർ കിട്ടി. നമ്പർ കിട്ടിയ ചെയ്യേണ്ട ടാസ്ക് അതിനിങ്ങനെ പൊട്ടിച്ചിട്ട് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ നമ്പറിൽ നിന്നും, ഇപ്പോൾ 123 ആണെങ്കിൽ ആദ്യം 3 എടുക്കണം, പിന്നെ 2 എടുക്കണം, പിന്നെ 1 എടുക്കണം. ആ ചെയ്യുന്ന ടാസ്ക് ആണ്. ആദ്യം റിമൈൻഡർ എടുക്കണം. റിമൈൻഡറിൻ്റെ ലോജിക്ക് ഇത്രയുള്ളൂ. n മോഡുലോ 10. നമ്പർ 123 ആണെങ്കിൽ ശ്രദ്ധിക്കണം, 123 ആണെങ്കിൽ 123 മോഡ് 10 എടുക്കുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. ഈ 3 നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനെ റിവേഴ്സിലേക്ക് കോപ്പി ചെയ്യാം. റിവേഴ്സ് ഈസ് ഈക്വൽ ടു ഓൾഡ് റിവേഴ്സ്. ഫാക്ടോറിയലൊക്കെ ചെയ്ത പോലെ എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ ചെയ്ത പോലെ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ എന്ന് കൊടുക്കാം. അപ്പോൾ റിവേഴ്സിൻ്റെ വാല്യൂ 3 ആയി. ദെൻ ആ 3 കിട്ടിയ സ്ഥിതിക്ക് ഇനി എനിക്ക് റിവേഴ്സിൻ്റെ വാല്യൂ 3 ആയ സ്ഥിതിക്ക് ഇനി എനിക്ക് ചെയ്യേണ്ട ആവശ്യം, ഈ 3 കിട്ടി, ഇനി 12 വേണം. 12 വേണമെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. 123 ഡിവൈഡ് ബൈ 10 വി ഗെറ്റ് 12. അപ്പോൾ 12 കിട്ടണമെങ്കിൽ എന്താ സ്റ്റെപ്പടാ? n ഈസ് ഈക്വൽ ടു n ബൈ 10. ഈ പ്രൊസീജിയർ ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും. 123 എന്നുള്ള നമ്പർ ഇപ്പോൾ 12 ആയി. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ 12 അടുത്ത സ്റ്റേജിൽ 12 മോഡ് 10 വരും. ആണോ അല്ലേ? 12 മോഡ് 10 എന്ന് വരും നെക്സ്റ്റ് സ്റ്റേജിൽ 12 മോഡ് 10 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്. നമുക്ക് ആവശ്യമുള്ളതാണ്. ഓൾറെഡി റിവേഴ്സിൽ ഇപ്പം എന്തുണ്ട്? 3 ഉണ്ട്. 3 × 10 പ്ലസ് 2 ആൻസർ ഈസ് 32 വരും. അഗൈൻ 12 ഡിവൈഡ് ബൈ 10 വി ഗെറ്റ് 1. അപ്പം നമ്മളെ റിവേഴ്സ് ഇപ്പോൾ 32 ആയി. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് കിട്ടുടാ? 3 2 1 വരും. ആ സ്റ്റേജ് ഈ മെത്തേഡാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. എല്ലാം കഴിഞ്ഞു. റിവേഴ്സിൽ നമ്പർ കിട്ടി. ഇനിയുള്ള ടെസ്റ്റ് എന്താ? ഇനി എൻ്റെ നമ്പറും ഇതാ, ഈഫ് എൻ്റെ നമ്പറും റിവേഴ്സും ഈക്വൽ ആണെങ്കിൽ അല്ലേ, റിവേഴ്സും നമ്മുടെ നമ്പറും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം നമ്പർ. സി ഔട്ട് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം. എൽസ് ഇതൊന്നുമല്ലെങ്കിൽ സി ഔട്ട് ഇറ്റ് ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഇപ്പം ചില ആളുകൾ ചോദിക്കും, സാറേ എന്തിനാണ് n1 കൊടുത്തതെന്ന്. ഈ പ്രോഗ്രാം ആര് എപ്പോൾ ഈ സിസ്റ്റത്തിൽ ചെയ്തു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് നോട്ട് എ പാലിൻഡ്രോം എന്നേ വരുള്ളൂ. കാരണം നമ്മുടെ നമ്പർ, ഒറിജിനൽ നമ്പർ n എന്നുള്ള നമ്പർ പൊട്ടി ലാസ്റ്റ് 0 ആയിട്ടുണ്ട്. ഇല്ലടാ, 123 ഞാൻ തുടങ്ങിയ നമ്പർ രണ്ടാമത്തെ സ്റ്റേജിൽ 12 ആയി, അടുത്ത സ്റ്റേജിൽ 1 ആയി, അടുത്ത സ്റ്റേജിൽ 0 ആയി. അപ്പോൾ ആ 0 എന്നെങ്കിലും എൻ്റെ റിവേഴ്സിനോട് ഈക്വൽ ആവുമോ?
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് ഒരൊറ്റ ടാസ്ക് കൂടി ചെയ്താൽ വൃത്തിയായി. എന്ത് ചെയ്യുക? ഒറിജിനൽ നമ്പറിനെ എന്നിനെ മറ്റൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുക. n1 ഈസ് ഈക്വൽ ടു n. എൻ്റെ ഒറിജിനൽ നമ്പർ n ആണ്. ആ എന്നിനെ n1ലേക്ക് കോപ്പി ചെയ്തു. n ആണ് ഇപ്പോൾ പൊട്ടി 0 ആകുന്നത്. അപ്പോൾ ആ എന്നിനെ n1ലേക്ക് കോപ്പി ചെയ്തിട്ട് n1ഉം എൻ്റെ റിവേഴ്സും ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് എ പാലിൻഡ്രോം പെർഫെക്റ്റ് പ്രോഗ്രാമാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.